ബീഫ് ഡ്രൈ റോസ്റ്റ് ചെയ്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടോ? എങ്കിലിതാ ഇത് നിങ്ങൾക്കുള്ള റെസിപ്പിയാണ്. ഇതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ജിഞ്ചർ ഗാർലിക് ചെറിയുള്ളി ഒന്ന് ചതച്ചെടുക്കാം. ഇനി കുക്കറിലോട്ട് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ ചതച്ച് വെച്ച് ചതവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മസാലപ്പൊടികൾക്കായി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാല, ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ബീഫ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാൻ വെക്കാം. എൻ്റെ ബീഫ് വേവാൻ വേണ്ടിയിട്ട് 12 വിസിലെടുത്തിട്ടുണ്ട്. നിങ്ങളൊരു 7 വിസിലടിച്ചതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ മാത്രം വീണ്ടും വേവിക്കാൻ വെക്കുക. ഇനി ബീഫ് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ജിഞ്ചർ ഗാർലിക് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്തിട്ട് അതിലേക്കൊരു പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ ഈ സമയം ഒരല്പം ചേർത്ത് കൊടുക്കാം, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്കൊരല്പം കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഫ്ലേവറിന് വേണ്ടിയിട്ട് കറിവേപ്പിലയും ചേർത്തിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതാ അതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്തിട്ട് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഇതാ ബീഫ് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഏത് മെയിൻ ഡിഷിൻ്റെ കൂടെയും സെർവ് ചെയ്യാവുന്നതാണ്. പ്ലീസ് ട്രൈ ഇറ്റ്.